ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താണ് നമ്മുടെ പ്രസ് കോൺഫറൻസ് പുനരാരംഭിച്ചപ്പോൾ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്രമണം അയൽവക്കത്തുകാരനോട് തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പരാമർശിച്ചു തുടങ്ങിയ ഒരു പരിപാടിയാണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ അവസാനിപ്പിക്കാറുള്ള മിക്കവാറും ഒരു കവിതയിലാണല്ലോ. അപ്പൊ ഇത്തവണ കലാകൗമുദി പ്രസിദ്ധീകരിച്ച ഒരു കവിതയാണ്. അതിലെ ആദ്യത്തെ വരിയെ പറയുന്നത് സമയക്കുറവുണ്ട്. ഒക്ടോബർ മാസം 2018 ഒക്ടോബർ 14 കലാകൗമുദി പ്രസിദ്ധീകരിച്ച എൻ്റെ പ്രളയകാല പാഠങ്ങൾ എന്ന കവിതയാണ്. ആ കവിതയിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ജാതിയാണ് വലുത്, ജാതി ചോദിക്കണം, ചിന്തിക്കണം, പറയണം എന്നതാണ് എൻ്റെ പക്ഷം. ജാതി കൊണ്ട് സ്ഥാനവും മാനവും നേടുന്നത് കാണുമ്പോൾ, ജാതി കൊണ്ട് ജനത്തെ ജയിക്കാമെന്ന് കണ്ടപ്പോൾ ഞാനൊരു ജാതിക്കാരനായി. ജാതി കോട്ട കെട്ടി മറ്റു മതക്കാരൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റു മതക്കാരെ വെറുക്കാൻ പഠിപ്പിച്ചു. പക്ഷേ പ്രളയം എൻ്റെ ജാതിക്കോട്ട പിഴുതുകൊണ്ട് പോയി. ശത്രുമതത്തിൻ്റെ ക്ഷേത്രവും മസ്ജിദും ദേവാലയവുമെല്ലാം ക്യാമ്പായി മാറിയ കോട്ടയാണ് എന്നെ കാത്തത്. ദൈവമേ, ഒരു പ്രളയം വേണ്ടി വന്നല്ലോ എൻ്റെ മനസ്സ് കഴുകി വൃത്തിയാക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ്. അതെ, അത് വളരെ ഗംഭീരായി. അപ്പോൾ വലിയ സന്തോഷം. സാധാരണഗതിയിൽ കവിത പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുക. ഇനി നമ്മൾ കാണുമ്പോഴും നമുക്ക് നല്ല കവിതയും ഒക്കെ ആയി തന്നെ സംസാരിക്കാൻ, നല്ല വാർത്തകൾ സംസാരിക്കാൻ കഴിയട്ടെ. നല്ല എന്താ പറയുക, ഇപ്പോൾ ഈ പരാജയം ഒക്കെ ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. പരാജയമൊക്കെ ഒരു ഘട്ടത്തിൽ വരും, പിന്നെയും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ. അപ്പോൾ വലിയ സന്തോഷം ആരിഫ്. നമ്മൾ വീണ്ടും കാണും, റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ തന്നെ വീണ്ടും കാണും. അപ്പോൾ വലിയ നന്ദി, എല്ലാ ആശംസകളും. അരൂരിൽ നിയമസഭയിലേക്ക് അംഗം കുറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇരിക്കാം ശ്രീയമാരി. അതെ അതെ, അരൂരിൽ ഇനിയും ഒരു അംഗത്തിന് ആരിഫിന് ബാല്യമുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ. ശരി.